നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വില്ലയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സ്ഥലം വരുന്നത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകാം. രാജഗിരി ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ഈ വില്ലയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണ്. 4 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2080 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK കൂടിയാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. കണ്ടംപററി ഡിസൈനും കൊളോണിയൽ ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് എലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 ബാൽക്കണികൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും എലവേഷനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജാലി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഗേറ്റാണ്, അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഈസി ആയിട്ട് കയറ്റുവാനും ഇറക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CNC കട്ടിങ് കൊടുത്ത് ഭംഗിയായിട്ടാണ് ഗേറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 പില്ലറിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ഈ ഭാഗത്തേക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് വെസ്റ്റ് സൈഡാണ്. റോഡ് വരുന്നത് സൗത്തിലുമാണ്. അപ്പോൾ നടക്കാനുള്ള സ്പേസ് നമുക്ക് ചുറ്റുമുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഒന്ന് വെൽ വാട്ടറിൻ്റെയും ഒന്ന് KW വാട്ടറിൻ്റെയാണ്. ഇവിടെ കാണുന്നത് പവർ സ്വിച്ചാണ്. നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ 2 വാഹനങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഈസി ആയിട്ട് വീഴുന്നതാണ്. ഇനി നമുക്ക് ഈസ്റ്റ് സൈഡിലേക്ക് വരാം. ഈ ഭാഗമാണ് ഈസ്റ്റ് സൈഡായിട്ട് വരുന്നത്. ഇത് വരുന്നത് സൗത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്, കോർട്ട്യാർഡ് വരുന്നുണ്ട്. അപ്പം ആ സാധനങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വീടിനകത്തേക്കാണ് കയറുന്നത്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അപ്പോൾ നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് കയറാം. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടിൻ്റെ ദർശനം വന്നുള്ളത്. അപ്പോൾ 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറാം. നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ ആണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സൗത്ത് സൈഡാണ് വലിപ്പമുള്ളൊരു വിൻഡോസ് വന്നിട്ടുണ്ട്. ഈസ്റ്റ് സൈഡാണ് 3 പാളി ജനലാണ്. ജനൽപ്പാളികളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, അതായത് പാനൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മേലെ മനോഹരമായിട്ട് ഫാം സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. കോപ്പർ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്ചർ ലൈനും കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള TV യൂണിറ്റ്. എത്ര വലിയ TV നമുക്ക് ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ TV യൂണിറ്റുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയുള്ളൊരു വാൾപേപ്പറിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ PVC ലാമിനേഷൻ വർക്കും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനകത്തൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെ അകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ക്യൂരിയസ് വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതും ഡബിൾ ഹൈറ്റഡ് ആണ്. ഈ ഭാഗത്തുനിന്ന് എൻട്രൻസ് വരുന്നുണ്ട്. അതൊരു കോർട്ട്യാർഡും കൂടിയാണ്. ഈ ഭാഗം വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ്. മേലെ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വാൾപേപ്പറും കൊടുത്തിരിക്കുകയാണ്. അതിനൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിക്ചേഴ്സൊക്കെ നമുക്ക് അവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. മേലത്തെ ഫാൾ സീലിംഗ് വർക്കിലും CNC കട്ടിങ്ങിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയായിട്ടാണ് ഓപ്പൺ കിച്ചനും അതുപോലെ തന്നെ വാഷ് കൗണ്ടറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെ വാഷ് ബേസിൻ വെച്ചിരിക്കുകയാണ്. പില്ലർ കോക്ക് വരുന്നുണ്ട്. സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ വുഡിൻ്റെ ടെക്സ്റ്റിലുള്ളൊരു ഫൈബർ ലാമിനേഷൻ വന്നിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാഷ് കൗണ്ടർ തന്നെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഓപ്പൺ കിച്ചനാണ്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക്, 2 ടാപ്പ് വന്നിട്ടുണ്ട്. വശങ്ങളെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം കളർ പാറ്റേൺ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് ഗ്രേ കളറിലെ ടൈലാണ്. 4x2 മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാൻ, അതായത് കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് വന്നുള്ളത്. വർക്ക് ഏരിയയുടെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. താഴെ വാഷിംഗ് മെഷീനുള്ളൊരു പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിണർ വന്നുള്ളത്. അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണറും വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം വെസ്റ്റ് സൈഡും ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡുമാണ്. വലിപ്പമുള്ള ജനലുകൾ തന്നെയാണ് കൊടുത്തുള്ളത്. പാനൽ ചെയ്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗത്ത് തന്നെയായിട്ട് മേലെ ഫാസ്റ്റ് സീലിംഗ് വർക്കിൽ ഒരു വർക്ക് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. PVC ലാമിനേഷനാണ് വന്നുള്ളത്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാം ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഫാസ്റ്റ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് കോർണറിൽ ഒതുങ്ങി മാറിയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വാർഡ്രോബ്സ് വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാം വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി. ഇനി ഇവിടെ ഒരു മിറർ മാത്രമേ വരാനുള്ളൂ. ലൈറ്റ് പോയിന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, കൂടാതെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേറ്റർ എല്ലാം സിറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തുള്ളത്. അപ്പം വെറ്റ് ഡ്രൈ ആയതുകൊണ്ട് ഒന്ന് താഴ്ത്തിയിട്ടാണ് ഷവർ ഏരിയ കൊടുത്തുള്ളത്. റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ പുറത്ത് ചെയ്തിരിക്കുകയാണ്, അതായത് ഔട്ട് സൈഡിൽ വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 13 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലെത്തി. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 11 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒതുങ്ങി മാറിയിട്ടാണ് കബോർഡ് വന്നുള്ളത്. അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ സ്പേസ് നമുക്ക് കൺജസ്റ്റഡ് ആവില്ല. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ എന്നിവ വേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴത്തെ ടൈലും ഭിത്തിയും വന്നിരിക്കുന്നത് മാറ്റ് ടൈൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം ഭംഗിയുള്ളത് കണ്ടു. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റീൽ വന്നിരിക്കുന്നത് വുഡിൽ, അതായത് സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ കയറാം. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫാസ്റ്റ് സീലിംഗ് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ LED ലൈറ്റിലൊക്കെ വാം ലൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഷാലിയർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മേലേക്ക് കയറാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. 14 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ് ഇത് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. മേലെയും ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെയാണ് ബാൽക്കണി വന്നുള്ളത്. കവേർഡ് ബാൽക്കണിയാണ്. നല്ല വലിപ്പമുള്ള ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. മാത്രമല്ല ഫാസ്റ്റ് സീലിംഗിൽ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് മാറി PVC ലാമിനേഷൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെയായിട്ട് റൗണ്ട് ഷേപ്പിലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഔട്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ബാൽക്കണിയാണ്. ഇവിടെയൊക്കെ ധാരാളം ചെടികളൊക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. കവേർഡ് ബാൽക്കണി വിത്ത് ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും ഭംഗിയായിട്ട് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം സിലിണ്ടറിക്കൽ ലൈറ്റുകൾ തന്നെയാണ്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലേക്ക് വരാം. നമ്മൾ താഴെ ഡൈനിങ് സ്പേസിൽ കണ്ടിരുന്ന അതേ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പെർഗോളയൊക്കെ കൊടുത്ത് നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് താഴെ. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ്, ഒരു ഹോം തിയേറ്റർ സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഒരു സൈഡിൽ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മേലെയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ കോൺക്രീറ്റിൽ തന്നെയാണ്. ഹാൻഡിൽ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് നനയായിരിക്കുന്നതിന് വേണ്ടിയിട്ട് മേലെ ഷീറ്റ് വർക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്കൊരു അയൺ ടേബിളൊക്കെ ഇടാനുള്ള പവർ പോയിൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റഡി ഏരിയയും TV സ്പേസും നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 12 അടി നീളം 11 അടി വീതിയുള്ള ബെഡ്റൂമിലാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങി മാറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ, റെയിൻ ഷവർ എന്നീ വേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ തന്നെയാണോ എന്നുള്ളത് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. വാൾഡ്രോബ്സ് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ബാൽക്കണിയും കൂടി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്, ഫാൾ സീലിങ്ങിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാൽക്കണിയോട് കൂടി തന്നെയുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. 4 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2080 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK കൂടിയാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. കൂടാതെ 2 ബെഡ്റൂം താഴെ കൊടുത്തിട്ടുണ്ട്, മേലെയും 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോർട്ട്യാർഡ് വരുന്നുണ്ട്, വർക്ക് ഏരിയ വരുന്നുണ്ട്, ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.